ഒരാൾ 450 രൂപ വിലയുള്ള ഒരു കുട 5% ലാഭത്തിനും 250 രൂപ വിലയുള്ള സാരി 5% നഷ്ടത്തിനും വിൽക്കുന്നു. കച്ചവടത്തിൽ അയാളുടെ ലാഭശതമാനം കണക്കാക്കുക. നമുക്കാദ്യം കുടയുടെ കാര്യം മാത്രം എടുക്കുക. 450 രൂപ വില, അപ്പോൾ വാങ്ങിയ വില 450 രൂപയാണ്. ലാഭശതമാനം 5%. നമുക്കതിൻ്റെ വിറ്റ വില കാണാം. കുടയുടെ വിറ്റ വില സൂത്രവാക്യം വാങ്ങിയ വില ഇൻറ്റു 100 പ്ലസ് ലാഭശതമാനം ബൈ 100 സമം വാങ്ങിയ വില കുടയുടെ 450 ഇൻറ്റു 100ഉം ലാഭശതമാനം കൂട്ടുക 100ഉം 5ഉം 105 ബൈ 100. നമുക്കിതിൽ ഒരു 0 വെട്ടിക്കളയാം. 450 ഒരു 0, 100 0. ബാക്കി 105ഉം 45 ഗുണിക്കുമ്പോൾ 4725 കിട്ടും. പിന്നെ ബൈ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ദശാംശ സ്ഥാനം എടുത്തോട്ട് നീക്കണം. 472.5 കുടയുടെ വിറ്റ വില. ഇതുപോലെ സാരിയുടെ വീണ്ടും വിറ്റ വില കാണുക. സൂത്രവാക്യം ഇത് തന്നെയാണ്. എത്ര വാങ്ങിയ വില? 250 രൂപയാണ്. നഷ്ടമാണ് 5%. അപ്പോൾ സൂത്രവാക്യം വാങ്ങിയ വില ഇൻറ്റു 100 കുറയ്ക്കണം നഷ്ടശതമാനം വരും. ഇത് ലാഭശതമാനം ആകുമ്പോൾ പ്ലസ് ലാഭശതമാനം. സാരിയുടെ കാര്യം നഷ്ടമാണ്, അതുകൊണ്ട് 100 മൈനസ് നഷ്ടശതമാനം. അപ്പോൾ വാങ്ങിയ വില എത്രയാണ്? 250 ഇൻറ്റു 100ന്ന് 5 കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും? 95 ബൈ 100. ഇതിലും മുൻപത്തെ പോലെ ഒരു 0 വെട്ടിക്കളയാം. 250 ഒരു 0, 100 0. ബാക്കി 95ഉം 25 ഗുണിക്കുക 2375 കിട്ടും. 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ദശാംശം ഇടത്തോട്ട് നീക്കുമ്പോൾ 237.5 രൂപ. അപ്പോൾ നമുക്ക് കുടയുടെ വിറ്റ വില കിട്ടി, സാരിയുടെ വിറ്റ വില കിട്ടി. ആകെ വിറ്റ വില കാണുക. ആകെ വിറ്റ വില, അതായത് ഇത് രണ്ടും കൂടി കൂട്ടുക. 472.5ഉം 237.5 കൂടി കൂട്ടിയ ആകെ വിറ്റ വില 710 രൂപ എന്ന് കിട്ടും. അതുപോലെ ആകെ വാങ്ങിയ വില ചോദ്യത്തിൽ നിന്നാണ് വാങ്ങിയ വില 450 രൂപ കുടയുടെ, അതുപോലെ സാരിയുടെ 250 രൂപ. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ആകെ വാങ്ങിയ വില 700 രൂപ, ആകെ വിറ്റ വില 710. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വിറ്റ വില കൂടുതലാണ്, അതുകൊണ്ട് ലാഭമാണ്. എത്ര? 10 രൂപ ലാഭമാണ്. കാണേണ്ടത് എന്താ? ലാഭശതമാനം. സൂത്രവാക്യം എന്താ? ലാഭശതമാനം ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം എത്രയാണ്? 10 രൂപ. അപ്പോൾ 10 ബൈ വാങ്ങിയ വില ആകെ എത്ര? 700. 10 ബൈ 700 ഇൻറ്റു 100. ഈ 100ഉം 700ഉം വിട്ട് അടിയിലൊരു 7 വരും. അപ്പോൾ നമുക്ക് 10 ബൈ 7 വരും. 10 ബൈ 7 നമുക്ക് മിശ്ര ഭിന്നാക്കാം. 10 ബൈ 7, 10ൽ 7 ഒരു തവണ, ഒരേ 7, ശിഷ്ടം 3 വരും ബൈ 7. ഉത്തരം 1, 3 ബൈ 7% ലാഭശതമാനം.